CPM-ലെ വ്യക്തിപൂജയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുൻമന്ത്രി ജി സുധാകരൻ. പിണറായി വിജയനുമായി പഴയ അടുപ്പമില്ലെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. PJ ആർമിയൊക്കെ ആരാണ് ആർമിയെന്ന് പറയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അനുഭവമില്ലാത്തവർ ആത്മകഥ എഴുതുന്നതായി KK ശൈലജയെ പരാമർശിച്ചും ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചു. ഒരു ലാത്തിയടി പോലും കൊള്ളാത്തവർ ആത്മകഥ എഴുതുകയാണ്. ജീവിതത്തിൽ ത്യാഗങ്ങളോ അസാമാന്യതയോ ഉണ്ടായാൽ ആത്മകഥ എഴുതാമെന്നും ജി സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് LDF-ലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്നും സുധാകരൻ പറഞ്ഞു. ലീഗിന് മുന്നണിയിലെടുക്കണമെങ്കിൽ തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണെന്നും സുധാകരൻ തുറന്നടിച്ചു. ലീഗ് കൂടി ഇടത് പാളയത്തിലേക്ക് വന്നാൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കുറച്ചുകൂടി ശക്തിപ്പെടുത്താം എന്നുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിന് കൊടുക്കുക. അതേസമയം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പ്രകടനത്തിൽ മൂന്നാം തവണയും വരാനുള്ള ഒരു സാഹചര്യം, ഇങ്ങനെ പല പല രാഷ്ട്രീയ എന്നല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പല കണക്കുകൂട്ടലുകൾ അവരെല്ലാമാണല്ലോ ഇപ്പോൾ വന്നത്. അതെ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അവരുടെ ഒരു ആവശ്യം ഉണ്ടോ? അല്ല, അവരപ്പുറത്തുണ്ടായിട്ട് ഞങ്ങൾ 100 സീറ്റ് പിടിച്ചെങ്ങനെ? അവിടെ സീറ്റ് 24 നിന്ന് 12-13 ചുരുങ്ങിയില്ലേ? 13 ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ 13 ഉണ്ടോ? ഡീനിപ്പോൾ എത്ര ഉണ്ട്? 24-25 എല്ലായിരുന്നു എടുക്കുക. അങ്ങോട്ട് പോയ സീറ്റല്ലേ? 70 സീറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ തിരുവിതാംകൂർ സീറ്റേ ഇല്ലല്ലോ. അതെ, അപ്പോൾ അതൊക്കെ അവർ പരിശോധിക്കട്ടെ. 24-ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന ചോദ്യോത്തര പങ്ക്തിയിലാണ് CPIM മുതിർന്ന നേതാവിന്റെ തുറന്നു പറച്ചിൽ. KR ഗോപികൃഷ്ണൻ തത്സമയം. ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ആഞ്ഞടിക്കുകയായിരുന്നു ഇത്തവണയും ജി സുധാകരൻ. അദ്ദേഹം സ്ഥിരം നമ്മൾ കാണുന്ന അതേ ശൈലിയിൽ തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ ചില നേതാക്കൾ പരോക്ഷമായി തന്നെ അവർക്ക് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ആ തരത്തിലേക്ക് സമകാലിക വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരണം നടത്തുന്നു. അത് മുഖം നോക്കാതെയുള്ള അദ്ദേഹത്തിന്റെ പലപ്പോഴും അദ്ദേഹം കാണിക്കാറുള്ളത് പോലെയുള്ള തുറന്നു പറച്ചിൽ. അനുജ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പൊതുവേദികളിലും ജി സുധാകരൻ ശൈലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പരോക്ഷമായി പല സൂചനകളും നൽകിക്കൊണ്ടായിരുന്നു ഇത്തവണയും അദ്ദേഹത്തിന്റെ ഈ സമകാലിക വിഷയങ്ങളിലുള്ള പ്രതികരണം. അതിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ ചില പരാമർശങ്ങൾ കൂടി ഉണ്ടായി. അതിലൊന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ. പണ്ടത്തെ പോലെ ഒരു സ്നേഹവും അടുപ്പവും ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇപ്പോൾ ജി സുധാകരൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും ചില അകൽച്ചയുണ്ടാകും. ഇപ്പോഴുള്ള അകലം തിരുവനന്തപുരവും ആലപ്പുഴയും തമ്മിലുള്ള അകലമാണ്. അതിന് കാരണം പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ ഒന്നും താനിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. നേരത്തേതുപോലെ മന്ത്രിസഭയുടെ ഭാഗമല്ല. അതുകൊണ്ട് പിണറായി വിജയനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് സ്വാഭാവികമായി അകലം ഉണ്ടായിപ്പോയി എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ആ വാക്കുകൾക്കിടയിൽ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനുമുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള മതിപ്പും അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വിലയിരുത്തലുകളും അതിലൊന്നിലും തന്നെ മാറ്റം വരുത്താൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. നേരത്തെ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ M ശിവശങ്കറിന് എതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്ന് ജി സുധാകരൻ പറഞ്ഞത് ആ ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. അതേ സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും ജി സുധാകരൻ ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ താൻ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു, കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ്. പിന്നീട് നമുക്കറിയാം പാർട്ടിക്ക് ഏറ്റവും അധികം അവമതിപ്പുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടത്തിന് ഇടവരുത്തിയ ഒരു സംഭവമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസ്. അതിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ CPM-നെതിരെ ആരോപിക്കപ്പെടുമ്പോൾ P ജയരാജന്റെയും അതുപോലെ P രാജീവിന്റെയും അതുപോലെ തന്നെ AC മൊയ്തീന്റെയും ഒക്കെ പേരുകൾ ഇതിലേക്ക് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ജി സുധാകരൻ സ്വീകരിച്ച സമീപനം നിലപാടെന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുകൾ അന്വേഷിക്കുകയാണ്. ആ കേസുകൾ ശരിയായ രീതിയിൽ അതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കട്ടെ എന്നാണ്. മാത്രമല്ല സഹകരണ ബാങ്കുമായി നടന്നിട്ടുള്ള തട്ടിപ്പ് അത് 100% അങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയായിരുന്നു താൻ. തനിക്ക് ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ, ആരൊക്കെയാണ് അതിൽ പ്രതികളാക്കപ്പെടേണ്ടത് എന്നത് അന്വേഷണത്തിന് ശേഷം കാണാം എന്നുള്ളതാണ്. നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സംബന്ധിച്ച് പാർട്ടിക്ക് പൊതുവായിട്ടുള്ള സമീപനവും നിലപാടും എന്നത് അത് BJP-യുടെ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതേ അഭിപ്രായം ജി സുധാകരനും പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ആർക്കെങ്കിലും വഴിതിരിച്ചു വിടാനോ തടസ്സപ്പെടുത്താനോ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള അന്വേഷണം ശരിയായ ദിശയിൽ നടക്കട്ടെ, വിവരങ്ങൾ അങ്ങനെ പുറത്തു വരട്ടെ എന്ന് ജി സുധാകരൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കൂടി ജി സുധാകരനുമായുള്ള അഭിമുഖത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ
ഇടതുപക്ഷത്തേക്കുള്ള വരവ് സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന അഭ്യൂഹങ്ങളിലാണ്. അത് ജി സുധാകരൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പാർട്ടി ഇപ്പോൾ അത്തരത്തിലൊരു ആലോചനയിലേക്ക് കടന്നിട്ടില്ല. അങ്ങനെ ഒരു ആലോചനയുടെ ആവശ്യവുമില്ല. കാരണം നിലവിൽ ലീഗിന്റെ അടിത്തറ ദുർബലപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വരേണ്ടുന്ന ഒരു അവസ്ഥ ഇടതുമുന്നണിയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ലീഗ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്ന് താൻ കരുതുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതിന് പാർട്ടിയുടെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട് എന്നാണ് ഈ വിഷയത്തിൽ ജി സുധാകരൻ പറഞ്ഞത്. അനുജ, ഒപ്പം നിലവിൽ ഏറ്റവും ഒടുവിലായി വന്ന വിവാദം വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ടാണ്. അത് CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയ പരാമർശം. അതിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ ഗോപി. കൂടാതെ KK ശൈലജയെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ അദ്ദേഹം എത്തുന്നുണ്ട്. പേരെടുത്ത് പറയാതെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുജ പറഞ്ഞത് വളരെ ശരിയാണ്. വ്യക്തി പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി അങ്ങനെ ആരെയും ഒരു വ്യക്തി പൂജ എന്ന നിലയിൽ ആ പാർട്ടി അത് അംഗീകരിക്കുന്നില്ല. അതിനൊരു ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് PG ആർമിയാണ്. എന്ത് ആർമിയാണത്? അങ്ങനെ ഒരു ആർമി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അതേസമയം തന്നെ P ജയരാജൻ വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ്. P ജയരാജൻ അറിഞ്ഞുകൊണ്ടല്ല ഇതുപോലെ PG ആർമി ഉണ്ടായത്. PG ആർമി പോലെയുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള സംഘടനകൾ, അത്തരം ഗ്രൂപ്പുകൾക്ക് രൂപം കൊടുക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അതുകൊണ്ട് തന്നെ വ്യക്തി ആരാധനയെ ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല. അതേസമയം പാർട്ടിയിൽ ആരാധ്യരായ വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിനെ പോലെ, VS അച്യുതാനന്ദനെ പോലെ, EK നയനാറിനെ പോലെ ആരാധ്യനായ വ്യക്തിത്വമാണ് പിണറായി വിജയന്റേതും. ആ പട്ടികയിൽ അവസാനത്തെ പേരായി പിണറായി വിജയന്റെ പേരുമുണ്ട് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ KK ശൈലജയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നില്ല ജി സുധാകരന്റെ വിമർശനങ്ങൾ. അത് പരോക്ഷ സ്വഭാവത്തിലുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പുസ്തകം എഴുത്തിന്റെ തിരക്കിലാണ്. നമുക്കറിയാം KK ശൈലജയുടെ മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന പുസ്തകം പുറത്തു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അനുഭവ സമ്പത്തില്ലാത്തവർ, ത്യാഗോജ്വലമായ ജീവിതത്തിന് ഉടമകളല്ലാത്തവർ, ഏതെങ്കിലും തരത്തിൽ സന്ദേശം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തവരൊക്കെ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതിയത് കൊണ്ട് എന്ത് കാര്യം എന്നാണ് ജി സുധാകരൻ ചോദിച്ചത്. അനുഭവ സമ്പത്തുള്ളവർ, ഒരു തവണയെങ്കിലും ലാത്തിയടി കൊണ്ടവർ, ഒരു തവണയെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ളവർ, ഇങ്ങനെ ത്യാഗോജ്വലമായ ജീവിതത്തിന് ഉടമകളായിരിക്കണം സന്ദേശം നൽകുന്ന തരത്തിൽ ആത്മകഥകൾ പ്രസിദ്ധീകരിക്കേണ്ടത് എന്നതായിരുന്നു ജി സുധാകരന്റെ പരോക്ഷമായ വിമർശനം. പക്ഷേ നമുക്കറിയാം KK ശൈലജയുടെ ഒരു ആത്മകഥയായിരുന്നില്ല, അനുഭവക്കുറിപ്പുകളായിരുന്നു. എങ്കിൽ പോലും ജി സുധാകരന്റെ പരാമർശത്തിൽ KK ശൈലജയോടുള്ള വിമർശനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അനുജ, ശരി, വിവിധ വിഷയങ്ങളിലാണ് ജി സുധാകരൻ, മുതിർന്ന CPIM നേതാവ്, സ്വതസിദ്ധമായ ശൈലിയിൽ തന്റെ നിലപാട് 24നോട് വ്യക്തമാക്കിയത്.